ഹലോ ഗൈസ്, നേരം പരപരാപ്പിലിരുന്നപ്പോൾ ഞാൻ സാധാരണ പോലെ ഇരുന്നിട്ട് രാവിലെ എന്നിട്ട് മുറ്റത്തോട് വന്നപ്പോൾ അച്ഛനവിടെ തോട്ടി കിട്ടുന്നു. എന്തിനാണെന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് തേങ്ങ ഇടാൻ പോവുകയാണ്. ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയൊന്നും പറയേണ്ടല്ലോ അല്ലേ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്നുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെങ്ങിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ 100 രൂപ കൊടുത്ത് തൈ മേടിച്ച് വെച്ചതാണ് ഈ തെങ്ങ്. ഇപ്പോൾ ആവശ്യത്തിന് തേങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ തെങ്ങിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈസ്റ്റർ, വിഷു, ക്രിസ്മസ് എല്ലാ ദിവസങ്ങളിലും, റംസാൻ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഓരോ തേങ്ങ വീതം ഇട്ട് തരുന്നൊരു പ്രത്യേകതരം തെങ്ങാണിത്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ തെങ്ങ്? അതാ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അച്ഛൻ്റെ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി. അതെ, കുറച്ച് ചെടി നമുക്ക് ചെടി കാഴ്ചകൾ കാണാം. ഈ ചെടികളെല്ലാം വെച്ചത് എൻ്റെ അച്ഛനും അമ്മയും കൂടാണ്. എൻ്റെ അച്ഛനും അമ്മച്ചും കൂടെ വെച്ച ചെടികളായത് മൊത്തം. ഇവിടെയും കുറച്ച് ചെടികളുണ്ടായിരുന്നു, അപ്പുറയും കുറച്ച് ചെടികളുണ്ട്. ഇനി ഞങ്ങളുടെ വീട്ടിലുള്ള 3 അതിഥികളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കൊക്കുമുണ്ടിയാണ്. മുണ്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. ഇതിലും 2-3 കൂടുണ്ട്. 1, 2, ഇനി ഒരു കൂട് കൂടുണ്ട്. അത് കാണാൻ പറ്റില്ല, മുകളിലാണ്. ഞങ്ങളുടെ വീട്ടിൽ റംബുട്ടാനിൽ കൂട് വെച്ചിരിക്കുന്ന കിളികളാണ്. അത് നല്ല രസമാണ്. ഇത് മാത്രമല്ല വേറെ കുറേ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ തേണ്ട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറിച്ചതാണ് ഇത്. ഇതിന് ഞങ്ങളുടെ മുള്ളാത്തൊക്കെ എന്നാ പേര് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തേണ്ട അമ്മ ഇവിടെ എന്തിനോ അരിയുന്നുണ്ട്. എന്തിനാണാവോ, സാമ്പാറിന് അവിയലിനാണെന്ന് തോന്നുന്നത്. നീളത്തിലാണ് അരിയുന്നത്. പിന്നെ ഈ റംബുട്ടാനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള എല്ലായിടത്തും റംബുട്ടാൻ കഴിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രം കഴിക്കാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വർഷം എങ്ങനെയാണോ നാണം കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ ഒരു കൊലയെങ്കിലും ഉണ്ടായിട്ടുണ്ട് റംബുട്ടാൻ. ആ റംബുട്ടാനാണ് ഇത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കാം കേട്ടോ.